ടൈഗർ കേവ്. ഇഡലി വ്യൂ പോയിന്റ്. 10 സ്റ്റുഡൻസും 5 സ്റ്റാഫും. അതാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോൾ ടോട്ടല്. ഇഡലി വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ വ്യൂ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസ്, ഗിരിപാറ വാട്ടർഫാൾസ്, അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഇറക്കമുള്ള ഒരു റോഡ്, നല്ല കുന്ന, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൈഗർ കേവ്. ഇത്ര ഏരിയ അല്ല, കഴിഞ്ഞിട്ട് താഴെ പോകും. താഴെ പോയി കഴിഞ്ഞാൽ കള്ളാർ വാട്ടർഫാൾസ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, എലിഫന്റ് റൈഡ് ഉണ്ട്. അങ്ങനെ അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണ്ട? ഇല്ല, ഇതിൽ തന്നെ അല്ല. എലിഫന്റ് റൈഡിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ചാർജ് വരും, അത് മാത്രം ചെയ്താൽ മതി. ഇതിങ്ങനെ സീസൺ അനുസരിച്ച് റേറ്റ് മാറും നിങ്ങളുടെ ജീപ്പിന്റെ? അങ്ങനെയല്ല, നമ്മുടെ ഫിക്സ്ഡ് റേറ്റ് ആണ് ഇവിടെ വന്നിട്ട്. ആ ഫിക്സ്ഡ് റേറ്റ് അത് മാറ്റത്തില്ല. സീസൺ ടൈമിലും അൺസീസണിലും എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. ഒരു ജീപ്പിനാണ് റേറ്റ്? ഒരു ജീപ്പിന് റേറ്റ്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്നത് മൂന്നാറിലെ ജീപ്പ് ട്രക്കിംഗ് ആണ് കേട്ടോ. മൂന്നാറിൽ ഒരുപാട് ട്രക്കിംഗ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജീപ്പ് ട്രക്കിങ്ങും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പ് ട്രക്കിങ്ങിൽ തന്നെ പല ഏരിയകളിലേക്കായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ഏരിയകൾ നമുക്ക് സെലക്ട് ചെയ്യാം. മാട്ടുപ്പെട്ടി ഡാം, എരുവിക്കുളം പോയിന്റ്, അങ്ങനെയുള്ള ഓരോ ഏരിയകളിലേക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ഇന്ന് പോകുന്ന ട്രക്കിങ് കാണുന്നത്. 2500 രൂപയാണ് ഇത് ഒരു ജീപ്പിനാണ് കേട്ടോ ചാർജ് വരുന്നത്. പെർ ഹെഡ് അല്ല, ഒരു ജീപ്പിനാണ്. ഏകദേശം 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങൾ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. 2500 രൂപയാണ് വരുന്നത്. അത്യാവശ്യം ഒരു 6-7 പോയിന്റുകളുണ്ട്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും നല്ല പോയിന്റുകളൊക്കെ. നമുക്ക് നമ്മളെ പ്രൈവറ്റ് വണ്ടിയായിട്ട് പോകാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോവാം. പിന്നെ അവിടെ പോയിട്ട് നമുക്കൊരു എന്താ പറയുക, റിലാക്സ് ആയിട്ട് പോവാം. ഇപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് എന്താ പറയുക, എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അത്ര ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെ ആസ്വദിച്ച് നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ കാണുക. ഓരോ പോയിന്റുകൾ എത്തുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ പുതിയ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അത് എത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പ് നമ്മളിപ്പോൾ ട്രക്കിങ്ങിനാണ് വരുന്നത്. അപ്പോൾ ഈ ട്രക്കിങ്ങിന് അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാറിനോ അല്ലെങ്കിൽ അടിമാലിന്നോ വിളിക്കുകയാണ്, ഫുള്ളായിട്ട് കാണിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിടും? പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സൈറ്റ് സീറ്റൊക്കെ കാണിച്ച്, ഇപ്പോൾ റൂം ആണെങ്കിൽ റൂം എടുത്ത് കൊടുത്ത്, നമ്മൾ 2 ദിവസം ആണെങ്കിൽ 2 ദിവസം, 4 ദിവസം 4 ദിവസം പാക്കേജ് പോലെ ചെയ്യും. പാക്കേജ് പോലെ എല്ലാം ചെയ്യും. എല്ലാം ചെയ്തു. വണ്ടി ഉണ്ട്, എർട്ടിക്ക ഉണ്ട്. പിന്നെ അതില്ലാതെ വേറെ വണ്ടിയൊക്കെ കുറേ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ റൂമും കാര്യം കൊണ്ടുപോയി അവരൊക്കെ എല്ലാം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കട്ടെ? നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ്റെ പേര്? ജിക്സൺ. അപ്പോൾ ജിക്സൺ ചേട്ടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിച്ച് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു. ട്രക്കിംഗ് അല്ലാതെ ട്രക്കിംഗ് വേണമെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സാരഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ജിക്സൺ ചേട്ടൻ. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ജിക്സൺ ചേട്ടൻ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നമുക്ക് വളരെ സേഫായിട്ട് പോകാം. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ജിക്സൺ ചേട്ടൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് നമുക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വളരെ നമുക്ക് എന്താ പറയുക, നമുക്ക് വളരെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എല്ലാവരെയും കാണിച്ച് നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി തന്ന് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് ആൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അതായത് അവരുടെ ഒരു യാത്ര എത്രയും പെട്ടെന്ന് തീർത്ത് അടുത്തൊരു ട്രിപ്പ് എടുക്കാനുള്ള ഒരു ധൃതിയൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്മളെ എൻ്റർടൈൻ ചെയ്ത് നമ്മളെല്ലാവരും പറഞ്ഞു തന്നു നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, യാതൊരു മുഷിപ്പുണ്ടായിരുന്നില്ല. അത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. പിന്നെ ഈ കാണുന്നത് ഒരു ഫാമാണ് കേട്ടോ. ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ വീടുകളിലും ഇപ്പോൾ പശുക്കളുണ്ടെങ്കിൽ അവരുടെ വീടുകളിലായിരിക്കും ഫാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എല്ലാ വീടുകളുടെയും പശുക്കളെ അവർ എന്താ പറയുക ഫാമായിട്ട് യൂസ് ചെയ്യുന്നത് ആ കാണുന്നൊരു ഷെഡാണ്. എല്ലാ വീടുകളിലെ പശുക്കൾ ചിലപ്പോൾ 1-2 പശുക്കളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ അവിടെയാണ് അവർ സേഫായിട്ട് രാത്രി അവിടെ സ്റ്റേ ചെയ്യിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ഏരിയയുടെ ഒരു ഫാമാണ്. ഇത് മൊത്തം ടോട്ടലായിട്ടുള്ള ഒരു ഫാമാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്.
ഞങ്ങൾ ട്രക്കിംഗ് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്കാണ് കേട്ടോ. രാവിലെ 10 മണിക്കാണ് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ചെറിയ വെയിലും നല്ല തണുപ്പും എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ നല്ല മനോഹരമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞു. ചില സ്ഥലത്തൊക്കെ കോട കയറിയിട്ടും ചില സ്ഥലത്തൊക്കെ വളരെ ക്ലിയർ ആയിട്ടും ഒക്കെയാണ് കാണുന്നത്. ക്യാമറയുടെ പരിമിതി കാരണം കൊണ്ടാണ്. അങ്ങ് ദൂരെയൊക്കെ കോട കാണാം, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോട കയറിയിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു തണുപ്പും ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അത് നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. നല്ല രാവിലെ സമയമായതുകൊണ്ട് നല്ല വെളിച്ചവും ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ, മൂന്നാറിലെ കുറച്ച് ഉള്ളേരിയയിലുള്ള ഒരു സ്കൂളാണ്. നമ്മൾ ട്രക്കിങ് പോകുന്ന ഭാഗത്ത് കണ്ടാണ്. ഇവിടെ ആകെ 10 സ്റ്റുഡൻസും 5 സ്റ്റാഫും മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്നാലും നല്ലൊരു കാര്യമാണ്, അവർക്ക് തന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാമല്ലോ. അപ്പോൾ എന്താല്ലേ, ഒരു ഗവൺമെൻറ് സ്കൂൾ 10 സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടൊരു ഗവൺമെൻറ് സ്കൂൾ എന്തായാലും വളരെ നല്ല കാര്യമാണ്. കാരണം അവർക്കെങ്കിലും ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമല്ലോ. ഹിന്ദിക്കാരുടെ അവിടെ ഉള്ള പണിയെടുക്കുന്ന ഹിന്ദിക്കാരുടെ മക്കളാണ് കേട്ടോ ഇവിടെ വന്ന് പഠിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ ടൗണിൽ പോയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ എന്നാലും ഗവൺമെൻറ് ആ ഒരു കാര്യം നല്ലതാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിലും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. വളരെ നല്ലൊരു മികച്ച ഒരു തീരുമാനം തന്നെയാണത്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്കൂളാണ്. നമ്മൾ ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ സ്പോട്ടിൽ നമ്മളുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഷൂട്ടിംഗ് പോയിന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് സിനിമകളൊക്കെ വന്ന് ഷൂട്ടിംഗ് ചെയ്തു പോയൊരു സ്ഥലമാണ്. ഇടയ്ക്ക് ഇപ്പോഴും ഷൂട്ടിംഗ് വരുന്നുണ്ട്. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല പച്ച പരവതാനി വിരിച്ച പോലെ നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, ട്രക്കിങ്ങിന് കയറിയ വണ്ടി ഇതാണ്. നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്. അത്യാവശ്യം 5-6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാം. നല്ല ഒരു ഏരിയ ആണത്. പച്ച പരവതാനി വിരിച്ചിരിക്കുന്ന പോലെ ഒരു നല്ലൊരു ഏരിയ ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പശുക്കൾ ആണ് മേയ്ക്കാനായിട്ട് വിട്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ല പുല്ലൊക്കെ ആയതുകൊണ്ട് പശുക്കളെ നല്ല രീതിയിൽ മേയ്ക്കാനൊക്കെ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് കാര്യമൊക്കെ നമുക്ക് എടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയൊരു അരുവി ഇങ്ങനെ ചെറിയൊരു രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അട്ടകളുടെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ അട്ട ശല്യമുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ അട്ടകടി കൊള്ളേണ്ടി വരും. ഇതാണ് അട്ട. ഇതാണ് അട്ട. ഇനി മൂന്നാറിൽ വന്ന് അട്ട ആരും കാണാതിരിക്കണ്ട. ഇതാണ് അട്ട. ആരുടെ ചോരയൊക്കെ കുടിച്ച് അത്യാവശ്യം വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് അടുത്തൊരു പോയിന്റാണ് കേട്ടോ. ഇഡലി വ്യൂ പോയിന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് പറയാനായിട്ടുള്ള കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇഡലി പോലെയാണ് ഇരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ ഒരു മുകളിൽ കർവായിട്ടിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഇതുപോലുള്ള തേയില തോട്ടങ്ങളൊക്കെ കാണുന്നത് എപ്പോഴും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ കോണായിട്ടാണ് കാണല്. ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മളധികം കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഇഡലി വ്യൂ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ തേയില തോട്ടങ്ങളും ഏകദേശം ഇതേ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. കാരണം നമ്മളെപ്പോഴും ഒരു ട്രയാങ്കിൾ കണ്ട് പെട്ടെന്ന് ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയയാണ്. പിന്നെ നല്ല പച്ചപ്പാണ്, ഫുള്ള് പച്ചപ്പാണ്. നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല ക്ലൈമറ്റുമാണ്. അത്യാവശ്യം നല്ല തണുത്ത ഒരു വെതറും കൂടെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് വഴികളൊക്കെ വളരെ ഒരു ചെറിയ വഴികളാണ്, ഇടിഞ്ഞ വഴികളാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ പേഴ്സണലായിട്ടുള്ള വണ്ടികളൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി. അധികം ഇതുപോലെ ട്രക്കിംഗ് എടുത്ത് വരുന്നതാണ് സേഫായിട്ട്. കാരണം വഴികളൊക്കെ കുറച്ച് മോശമാണ്. പിന്നെ ഇവരൊക്കെ ഈ വഴികളിലൊക്കെ എന്നും പോയി ഓടിച്ച് ശീലമുള്ളവരാണ്. നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമ്മളുടെ വണ്ടികളായിട്ട് എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രക്കിംഗ് വണ്ടികൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവരാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കറക്റ്റായിട്ട് എത്തിച്ചു തരും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പേഴ്സണൽ വണ്ടികളായിട്ട് വരുന്നെങ്കിൽ വരാം. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില ഏരിയകളിലൊക്കെ വരാം. ഇപ്പോൾ ഈ പറഞ്ഞ ഷൂട്ടിംഗ് പോയിന് മറ്റുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ വരാം. പക്ഷേ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. വളരെ മോശപ്പെട്ട റോഡുകളാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ റോഡുകളാണ്. ഈ ട്രക്കിംഗ് വണ്ടികളൊക്കെ ഒരുപാട് വരുന്നതാണ്, അറിയാലോ, ചീറിപ്പാഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ. മണ്ണടിച്ച് വെച്ചേക്കണം റോഡ് ശരിയാക്കണം. ഇതിലേക്ക് അതിന് വളം ഇടുന്നുണ്ടോ? അപ്പോൾ എന്തിടുന്നപ്പോ?
മരുന്നടിക്കും. അതെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പുതിയതായിട്ട് വെക്കില്ലേ, അതിന് മാത്രം ഇടുന്നത്. അത് ശരി. കാണുന്നൊരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. വെരിപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ ഒരു ബംഗ്ലാവ് ഒക്കെ ഉണ്ട് ഇതിന് താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ വരുന്നത്. ഈ കാണുന്നതേ ആ ഒരു ചെറിയൊരു വെള്ള ബിൽഡിംഗ് കണ്ടോ, ചെറിയൊരു വാട്ടർ ടാങ്ക് ആണത്. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് ചുറ്റും നിൽക്കുന്ന ഒരു ചെടികൾ കണ്ടോ, അത് ശരിക്കും തേയില ചെടിയാണത്. അത് വെട്ടി നിർത്തിയില്ലെങ്കിൽ അത് അത്രയും വളർന്ന് വലുതാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ടോ, ഈ ഒരു ഏരിയ, ഇത് കാണുമ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയും അതുപോലെ ഈ ഒരു ഏരിയയും നോക്കിയത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും, ഇതും അതും. കാരണം ഇത് വെട്ടിയിട്ടില്ല, അത് വെട്ടിയ ഏരിയ ആണ്. അത് വെട്ടി അങ്ങനെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഇത് കണ്ടോ, ഇങ്ങനെ വളർന്ന് വലുതായിട്ട് നിൽക്കും. വലിയൊരു ചെടി മരം പോലെ നിൽക്കുക. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെട്ടി നിർത്തി അതിനെ ഭംഗിയാക്കുന്നത്. അതല്ലെങ്കിൽ ഇവർക്ക് യൂസ് ഇല്ലാതെ പോകും. ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇത് വെട്ടാനൊക്കെ സുഖമാണ്, ഇതിൻ്റെ ഇലയൊക്കെ നുള്ളാനും എല്ലാത്തിനും സുഖമാണ്. അതാണ് ഇതിൻ്റെ ഒരു വെട്ടുന്നതിൻ്റെ ഒരു കാരണം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ തേയില വെട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതിൽ തൊട്ട് താഴെ വന്നപ്പോഴുള്ള വ്യൂസ് ഒന്ന് എടുത്താണ്. ഇതാണ് അവസ്ഥ. അടുത്തൊരു വാട്ടർഫോൾസാണ് വരുന്നത് കേട്ടോ. ഒരു ചെറിയൊരു വാട്ടർഫോൾസാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ടൂറിസ്റ്റിനൊക്കെ വന്ന് ഇറങ്ങി കുളിച്ച് പോകാവുന്ന ഒരു ഏരിയയാണ്. നമ്മൾ മറ്റുള്ള കാണുന്ന വെള്ളച്ചാട്ടങ്ങളെല്ലാം നമുക്ക് അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നും പെർമിഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നമുക്കിവിടെ വരാം, വന്ന് കുളിക്കാം. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, ഫോറസ്റ്റിൻ്റെ ഏരിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് കുളിക്കാവുന്ന രീതിയിലൊക്കെ അവർ അലോ ചെയ്യുന്നുണ്ട്. 50 രൂപയാണ് ഇവിടേക്ക് ടിക്കറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ വലിയൊരു എന്താ പറയുക മഴ സമയമൊന്നും അല്ലാത്തത് കൊണ്ട് അത്രത്തോളം വെള്ളമൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിച്ച് പോകണം എന്നുള്ളവർക്ക് വളരെ എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. ഇതാണ് ആ വാട്ടർഫോൾസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നല്ല പാല് പോലെയാണ് വരുന്നത് കാണാനായിട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവിടെ ആളുകളൊക്കെ കുളിക്കുന്നത് കാണാം. കണ്ടോ, വെള്ളം ഇറങ്ങി വന്ന് ഇവിടെ സെക്യൂരിറ്റിക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റിൻ്റെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല വാട്ടർഫോൾസാണ്. ഈ ഒരു കാഴ്ച കണ്ടോ, നമ്മുടെ വാട്ടർഫോൾസാണ്. ഇത് വെള്ളം ഒരേ പോയിന്റിലേക്ക് വന്ന് വീണ് അതിന് വലിയൊരു ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് അവർ കല്ലുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ 2-3 പോയിന്റുകളുണ്ട് കേട്ടോ. ഇത് സ്ഥിരമായിട്ടൊരു ഏരിയയിൽ വന്ന് വെള്ളം വീണ് അവിടെ അതങ്ങനെ ഒരു ഹോളായി മാറി, വലിയൊരു ഹോളായി മാറി. ഇത് നമ്മുടെ വാട്ടർഫോൾസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ, മറ്റുള്ള പലഹാരങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്രെഡ് ഓംലേറ്റ്, കപ്പ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നടന്ന് ക്ഷീണിച്ച് വരികയാണെങ്കിൽ എല്ലാം കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് അടുത്ത നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടുന്ന് ഒരു കപ്പയും ചിക്കനൊക്കെ കഴിച്ചു, ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു, ചായ കുടിച്ചു. കൊള്ളായിരുന്നു. എന്തായാലും നമ്മൾ ആ നടന്നു വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പിന്നെ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ഭയങ്കര ഷെയ്ക്കാണെന്നറിയാം, ഒരു രക്ഷയില്ല. അതുപോലെയാണ് വണ്ടി കുലുങ്ങി യാത്ര ചെയ്യുന്നത്. റോഡൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ വണ്ടി അത്ര അത്യാവശ്യം സ്പീഡിലുമാണ് യാത്ര ചെയ്യുന്നത്. മാക്സിമം ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്ത് മാക്സിമം ഒക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാൽ വീഡിയോ നല്ല രീതിയിൽ ഷെയ്ക്കാണ് എന്നെനിക്ക് നല്ലോണം അറിയാം. ഗിംബിലും മറ്റ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കൂടുതലായിട്ട് ഷെയ്ക്ക് വരുന്നത്. ഇതിൽ ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്രത്തോളം പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിരിക്കും. എന്തായാലും സോറി. അടുത്തത് വീണ്ടും ഒരു ചെറിയ വെള്ളച്ചാട്ടത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് അങ്ങനെ വലിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല. വെള്ളം ഒഴുകി വരുന്ന ഒരു ഏരിയയാണ്. നല്ല രസമായിട്ട് കാണാനായിട്ട് ഒരു ഏരിയയാണ്. ഇതങ്ങനെ ഒരു പോയിൻ്റായിട്ട് വന്നൊന്നുമില്ല. നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ ആളൊന്ന് നിർത്തി കാണിച്ചു തന്നതാണ്.
ഇവിടെ അങ്ങനെ ഒത്തിരി അധികം ആൾക്കാരൊന്നും വരുന്നില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുമ്പോൾ ആകെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടേക്ക് വണ്ടിയായിട്ട് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ കണ്ടില്ല, ജീപ്പൊക്കെ ഇങ്ങനെ കുത്തിനെ ഇറക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. KSRTCൻ്റെ ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ KSRTC വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പോയിന്റ്. നമുക്ക് അത്യാവശ്യം കാലൊക്കെ ഒന്ന് കഴുകി ഇതായിട്ട് പോകാം. കുളിക്കാനൊന്നും പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വഴുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചിറങ്ങുക കേട്ടോ. അതല്ലാതെ വന്നിട്ട് നമ്മൾ വെറുതെ ഒരു അപകടങ്ങൾ ഉണ്ടാക്കി വെക്കാതിരിക്കുക. അപ്പോൾ എന്നാണെങ്കിൽ നല്ല രീതിയിൽ കൈയും കാലൊക്കെ കഴുകി നല്ല ഒരു എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും, നല്ല തണുത്ത വെള്ളമാണ്, നല്ല അടിപൊളിയാണത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഔട്ട്സൈഡാണ് കേട്ടോ. അത് വെള്ളം ഒഴുകി പോകുന്ന ഒരു ഏരിയയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, നല്ല അടിപൊളിയായിട്ട് കാണാം. അത് മുകളിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ ഭംഗി കേട്ടോ. സൂപ്പറായിട്ട് നിറയെ വെള്ളം, അടിപൊളിയാണ്. അടുത്ത് നമ്മൾ കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടേക്ക് റോഡൊക്കെ ഭയങ്കര മോശമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താൻ പറ്റുമോ എന്ന് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം വരുന്ന വഴികളൊക്കെ ഒരുപാട് മോശമാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് കയറുന്ന വഴികളാണെങ്കിലും ഭയങ്കര മോശമാണ്. പല വണ്ടികളും ഇവിടെ വന്ന് നിർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നില്ല പല വണ്ടികളും. അങ്ങനെ നമ്മൾ കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പ്ലേസാണ് കറക്റ്റ്. അത് നല്ല കോടയൊക്കെ മൂടി നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഏതാണ്ട് ഒരു മീശപ്പുലിമലയിലൊക്കെ വന്ന ഒരു ഫീലാണ് ശരിക്കും. പക്ഷെ ഞങ്ങൾ വന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വെതർ ആയതുകൊണ്ട് നമുക്ക് കോട കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് വളരെ ഓപ്പൺ ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അത് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം വളരെ സിമ്പിളായിട്ട് കയറി പോകാമെന്നുള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കയറാം കേട്ടോ. എല്ലാവർക്കും കയറാം. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും കയറി, എല്ലാവരും നമ്മൾ പതുക്കെ ഇരുന്ന് നടന്നൊന്ന് കയറിയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കിതപ്പൊക്കെ ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കിതപ്പൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് നടന്ന് മേലേക്ക് എത്തിരിക്കുകയാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ അടിപൊളിയാണ്. ഇവിടുത്തെ എത്തിയുള്ള കാഴ്ചകൾ കണ്ടോ. നമ്മൾ നല്ല ഹൈറ്റിലാണ്, നല്ല കാറ്റാണ്, അടിപൊളി കാറ്റാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, സൂപ്പറാണ്. എല്ലാവർക്കും വരാം കേട്ടോ, എല്ലാവർക്കും വരാം. അടിപൊളിയായിട്ട് കാണാം. പ്രായമുള്ളവർക്കൊക്കെ വരാം കേട്ടോ. അത്ര നടന്നു കയറാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സൂപ്പറാണ്. പിന്നെ വരുന്നവർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് കുപ്പികൾ, വേസ്റ്റ്, കുപ്പികൾ, ഗ്ലാസ്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. വരിക, ആസ്വദിക്കുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പോവുക. എവിടെയാണ് നിന്നത്? ഇതിന് ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഒന്ന് പോയി നോക്കി നോക്കാം. അങ്ങനെയാണ് വഴികൾ വരുന്നു കേട്ടോ. കല്ലൊക്കെ ആയിട്ട് ഇതങ്ങനെയാണ് വഴി. ഇങ്ങനെ മേലേക്ക് കയറാം. ഇത് ഇവിടെ നല്ല കാഴ്ച. ഇങ്ങനെയാണ് വഴി വരുന്നത്. നടന്ന് കുറച്ച് കയറാനുണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. കയറിയ എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കയറുന്നത്. അടിപൊളി. ഇതിപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ്. സൂപ്പർ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നല്ല കാറ്റ്, നല്ല തണുപ്പ്, വെയിലുണ്ട്. കണ്ട നല്ല വെയിലുണ്ട്, പക്ഷേ അതിൻ്റെതായ ചൂട് കാര്യങ്ങളൊന്നുമില്ല. സൂപ്പർ തണുപ്പാണ്. ഒന്ന് കണ്ടു നോക്കി നോക്ക്, അടിപൊളി. നോക്കി നോക്ക്, സൂപ്പർ.
നടന്ന് കയറിയുള്ള കിതപ്പാണ് കേട്ടോ. അയ്യോ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ട്രക്കിങ് സൂപ്പറാണ്. ട്രക്കിങ്ങിൽ ചേട്ടൻ പറയുന്നത് വെച്ചാൽ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ആനയൊക്കെ ഇറങ്ങിയിരുന്ന നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കാണാം. അതിന് ഇന്ന ടൈം കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്തായാലും പുള്ളിക്കാരൻ നമ്പർ കൊടുത്തേക്കാം. കിടുവാണ്, നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ നിർത്തി കാണിച്ചു തരും. അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് രാവിലെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് കറങ്ങി നമുക്ക് വരാം. അല്ലാതെ അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പറയുന്ന അത്രയും കാത്തു നിന്ന് നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ പോയി അങ്ങനെ അടിപൊളിയാണ്. ട്രക്കിംഗ് മിക്സ് ആക്കരുത്. ഇനി അടുത്ത സ്ഥലത്തേക്കൊക്കെ ഇനി പോകുന്നുണ്ട്. പക്ഷേ ഇത് വൺ ഓഫ് ദി ബെസ്റ്റാണ്, അടിപൊളിയാണ്. ഇങ്ങനെ ചെറിയൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. മരം കാണുമ്പോൾ നെല്ലിയാമ്പതി ഓർമ്മ വരുന്നത്. നമ്മുടെ നെല്ലിമരം ഏതാണ്ട് ഇതേപോലെയൊക്കെ ആണല്ലോ. ഇങ്ങനെ പോവാം. ഇതങ്ങനെ അങ്ങോട്ടേക്ക് ഇല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. പക്ഷേ അടിപൊളിയാട്ടോ, സൂപ്പറാണ്. എല്ലാവരും ഒരു വരണ്ട സ്ഥലം തന്നെയാണ്. കാറ്റാണെന്നേ പറയാൻ പറ്റാതെ അടിപൊളി കാറ്റാണ്, സൂപ്പർ കാറ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി കാറ്റാണിത്. എൻ്റെ ഫാമിലി അങ്ങ് ദൂരേന്ന് നടന്നു വരുന്നുണ്ട്. പതുക്കെ വന്നാൽ മതി, അങ്ങനെ ധൃതി പിടിച്ച് വരണമെന്നില്ല. പതുക്കെ നടന്ന് വന്നാൽ ഇങ്ങോട്ട് വരെ കയറാം. എല്ലാവർക്കും കയറാൻ പറ്റും, ഒരു വിഷയമില്ല കേട്ടോ. ധൈര്യത്തോടെ വരാം. നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. ഏറ്റവും മുകളിലേക്ക് എത്തി. ഇതാണ് പോയിന്റ് വരുന്നത്. നല്ല കാറ്റാണിത്, നല്ല കാറ്റാണ്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് ശരിക്കും എങ്ങനെയാണ് കാണേണ്ടത് അറിയോ? ഇങ്ങനെയാണ് കാണേണ്ടത്. നമ്മൾ കയറിയപ്പോൾ കോളം ഉണ്ടായില്ല, അതാണ് പറ്റിപ്പോയത്. അതല്ലെങ്കിൽ ഇങ്ങനെ കാണേണ്ട ഒരു പ്ലേസ് ആണിത്. താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ കാറ്റടിച്ച് കയറുകയാണ്. കോട വരുമെന്ന് നോക്കി നോക്കാം. അങ്ങ് ദൂരമൊക്കെ നല്ല കോട മൂടിയിട്ടുണ്ട്. ഇവിടെ അത്ര കോടയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് കാറ്റാണ്. നല്ല രീതിയിൽ കാറ്റുണ്ട്. സൂപ്പർ സ്ഥലമാട്ടോ, അടിപൊളി. നല്ല തണുപ്പാണ്, അതാണ് ഏറ്റവും പ്രത്യേകത. നല്ല തണുപ്പാണ്. നമ്മുടെ മുകളിലെത്തി കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും വരാൻ നല്ല ഉഷാറായിട്ട് വരാം. സൂപ്പർ സ്ഥലമാണ്, എല്ലാവരും വരണം. കാറ്റിൻ്റെ ശക്തി വീണ്ടും കൂടിയിട്ടോ. കോട കയറുകയാണ്, കോട നല്ലോണം കയറുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റിൻ്റെ ശക്തി കൂടി, നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. നല്ല തണുപ്പാകുന്നുണ്ട്. ഇപ്പോൾ നിപ്പിലാണ് നമ്മുടെ ക്ലൈമറ്റ് മാറി. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി. നല്ല രീതിയിൽ ക്ലൈമറ്റ് സൂപ്പർ, നല്ല തണുപ്പാണ് വരുന്നത്. എയറിൻ്റെ കാറ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അടിപൊളി കാറ്റാണ്, സൂപ്പറായിട്ടുണ്ട്. കാറ്റിൻ്റെ ശക്തി കാണിച്ചാൽ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അതിനകത്തെ ഇലകളും മരങ്ങളൊക്കെ കിടന്ന് ആടുന്നത് കാണാം. ഇത് ട്രക്കിംഗ് എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടിയായിട്ട് വരാൻ പറ്റും, അതാണ് പ്രശ്നം. ട്രക്കിംഗ് എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ കോട്ടപ്പാറ അങ്ങനെ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്നു കേട്ടോ. തിരിച്ചിറങ്ങുന്ന വഴി നിങ്ങൾക്ക് കാണാം. കണ്ടോ, ജീപ്പ് പോലും വളരെ സ്ലോ ആക്കിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വഴിയാണിത്. അപ്പോൾ വരുന്നവർ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ട്രക്കിംഗ് എടുത്ത് വരികയാണെങ്കിൽ ഓക്കെയാണ്. അതല്ലാതെ സ്വന്തം വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെ പറയണം. കാരണം റോഡൊക്കെ അത്യാവശ്യം മോശമാണ്. പക്ഷേ നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വന്നിരിക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ വന്ന സമയം വളരെ ക്ലിയർ ഒരു സമയമായതുകൊണ്ടാണ് അത്രത്തോളം കാണാൻ പറ്റാഞ്ഞത്. അതല്ലെങ്കിൽ കോടയൊക്കെ മൂടി നമ്മൾ മീശപ്പുലിമലയൊക്കെ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണിത്. പിന്നെ നമ്മൾ അടുത്തത് പോയത് ട്രക്കിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഇതാണ് കല്ലാർ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒത്തിരിയേറെ സ്പൈസസ് വിൽക്കപ്പെടുന്നുണ്ട്, ആയുർവേദ മെഡിസിൻസ് വിൽക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് എന്തൊക്കെയോ സോപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. 1500 അടി താഴ്ചയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങ് മേളിൽ റിസോർട്ടൊക്കെ കാണാം. അങ്ങ് മേളിൽ റിസോർട്ട് കാണാം. ഒരുപാട് താഴ്ചയാണ്.
അടുത്ത സ്പോട്ട് 2-ാം മൈൽ വ്യൂ പോയിന്റ്. ഏകദേശം താഴത്തേക്ക് നല്ല തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം. പിന്നെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. നമുക്കിങ്ങനെ നല്ല വെള്ളമോ കഴിക്കാനോ വെള്ളം മതി. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എലിഫൻറ്റ് സഫാരി ഉണ്ട്, പിന്നെ അതുപോലെ സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ ടൈമായി. പിന്നെ അതിനോട് അങ്ങനെ ആരും കയറില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് ഞങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ. അതൊക്കെ ഈ ട്രക്കിങ്ങിന് വരുന്നൊരു ഭാഗമാണ്. ഞങ്ങളത് പോയിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും. ഞങ്ങൾ തിരിച്ചത് വീണ്ടും മൂന്നാറിലേക്ക് എത്തി. നമുക്ക് പൈൻ മരങ്ങളൊക്കെ കാണാം. തിരിച്ച് ഞങ്ങൾ മൂന്നാർ എത്തി. ഇവിടുന്ന് ഞങ്ങൾ അടുത്തത് പോകുന്നത് നമുക്കൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് അടുത്തത് പോകുന്നത്. ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ഫ്ലവേഴ്സ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ KSRTC സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്നത്. ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുന്നവരിപ്പോൾ അധികം KSRTCയിലെ നമ്മുടെ 100 രൂപ പാക്കേജിലാണ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണത്, ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് വന്നു പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു CSI ചർച്ച് ഉണ്ട്, അതും കൂടെ കണ്ട് അങ്ങനെ നമ്മൾ ട്രിപ്പ് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ചെറിയൊരു വിഷ്വൽസും കൂടെ കാണാം. ഞാൻ ഒരുപാടൊന്നും ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എടുത്തിട്ടില്ല, ജസ്റ്റ് ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രം എടുത്തിട്ടുണ്ട്, അതും കൂടെ കാണാം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ട്രക്കിങ് നമ്മൾ നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ വീഡിയോ അവസാനമായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ട്രക്കിങ് മാത്രമല്ല കേട്ടോ, അതല്ല നിങ്ങൾക്കൊരു ഫുൾ പാക്കേജായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇവർ അക്കോമഡേഷൻ ശരിയാക്കി തരും. അതുപോലെ തന്നെ ഇവർക്ക് ഫുൾ ട്രാവലിംഗ്, അതായത് മൂന്നാറിൻ്റെ ഫുൾ ട്രാവലിംഗ് നിങ്ങളവരെ കൊണ്ടുപോകും. നമ്മളെ സ്വന്തം വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ട്രക്കിംഗ് ആയിട്ടും അതല്ലാതെയും നമ്മുടെ നോർമൽ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇവരെ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി അതല്ല കൊളുക്കുമലയ്ക്ക് പോകണമെങ്കിൽ പോലും ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഇവർ അതിനുള്ളത് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. 3000 രൂപ എങ്ങാണ്ടാണ് വരുന്നത്, അതുപോലും ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടോ. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരുപാട് ഫ്ലവേഴ്സാണ്. അത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, പ്രത്യേക രസമാണ് അത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാടുകളൊന്നും ഇത്രത്തോളം വളരെ മനോഹരമായിട്ട് ഉണ്ടായി കാണാറില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റാണ് കേട്ടോ. ഈ ഒരു തണുപ്പ് ക്ലൈമറ്റ് തന്നെയാണ് ഇതിനൊക്കെ ഇത്രത്തോളം എന്താ പറയുക നല്ല ഭംഗിയായിട്ടും അത്ര അധികം ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമാണത്, അത്രയും അതിൽ നിറച്ച് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി ബോട്ടിങ് സഫാരി ഇവർ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ സിപ്പ് ലൈൻ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ് കേട്ടോ, അതിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്ന് സിപ്പ് ലൈൻ ചെയ്യാം, അതുപോലെ ബോട്ടിംഗ് സഫാരി ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവിടുത്തെ ഫ്ലവേഴ്സ് ഒരു രക്ഷയുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, നല്ല മനോഹരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇവരുടെ ഒരു സെയിൽസ് കൗണ്ടറും ഉണ്ട് കേട്ടോ, അവിടെ പോയി നമുക്ക് ചെടികളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതുമാണ്.
അതുപോലെ നമുക്കിവിടെ ചെറിയൊരു കൗണ്ടർ വരുന്നുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവിടെ കണ്ടതാണ് നമുക്ക് ഒരു ഹോട്ട് ചോക്ലേറ്റ് എന്ന് കണ്ടിട്ടോ, ഹോട്ട് ചോക്ലേറ്റ് വിത്ത് കേക്ക്. 70 രൂപയാണ് റേറ്റ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് മേടിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനകത്ത് തണുപ്പത്ത് ഈ ചൂട് കഴിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഹോട്ട് ചോക്ലേറ്റ് ഓൾറെഡി ഇതിനകത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ 24 hours ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ചെറിയൊരു ചൂടിൽ. എങ്കിൽ മാത്രമേ ഈ സാധനം നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പുറത്തേക്ക് വരുള്ളൂ, അതിൽ കട്ട പിടിച്ചു പോകും, ചോക്ലേറ്റ് ആണല്ലോ. അപ്പോൾ അതിങ്ങനെ ആ ഒരു ടെമ്പറേച്ചറിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന് ഇവരത് തുറക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളി ചോക്ലേറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് നിറയുന്ന സമയത്ത് ഇതിനകത്ത് ഇവർ കേക്ക് മിക്സാക്കും. ഇതാ കണ്ടോ, നല്ലൊരു പ്ലം കേക്ക് പോലത്തെ കേക്കാണ് കേട്ടോ. നല്ലൊരു കേക്ക് ഇതിനകത്ത് മിക്സാകും. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ഞാൻ കഴിക്കുന്നുണ്ട് കണ്ടോ, നല്ല മിക്സ് ചെയ്ത് ചോക്ലേറ്റും കേക്കും കൂടെ ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും